ഗായ്സ്, അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പോകുന്നത് ഗോവയിൽ ഗോവ കർണാടക ബോർഡറിലുള്ള ഒരു വെറൈറ്റി സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് മഹാരാഷ്ട്രയാണ്. ഇതിപ്പോൾ എക്സാക്റ്റ് ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ ആ റോഡിൻ്റെ ഡിഫറൻസ് ഉണ്ട് നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങോട്ട് പോകാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ളത് സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് മഹാരാഷ്ട്ര, അത് ഗോവ. മഹാരാഷ്ട്ര ഗോവ. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഗോവ മഹാരാഷ്ട്ര ബോർഡറിൽ കയറിയിരിക്കുകയാണ്. ഇത് നമ്മൾ പോകുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ചെറിയൊരു ഗ്രാമം വെരടി എന്ന് പറയും. അവിടെ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. പുള്ളിക്കാരന് നമുക്കൊരു ചെറിയ 500 ഏക്കർ റബ്ബർ തോട്ടം കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതാണ് മഹാരാഷ്ട്രയിലെ വിശേഷം. നമുക്ക് ഗോവ മാറി മഹാരാഷ്ട്രയിലെ വിശേഷങ്ങളിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു മല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, ആ മലയുടെ അപ്പുറമാണ് ബെൽഗാം വരുന്നത്. ബെൽഗാം സിറ്റിയൊക്കെ ആ മലേൻ്റെ അപ്പുറത്താണ്. അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു ചുരമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. അവിടെ ചുര കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോവ ബെൽഗാം റോഡാണ്. അങ്ങനെയാണ്. അതിനപ്പുറത്താണ് ബെൽഗാം സിറ്റി വരുന്നത്. കർണാടക ബെൽഗാം സിറ്റി വരുന്നത്. കാലത്തൊക്കെ അത്യാവശ്യം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ഏരിയയാണ്. അങ്ങനെ റൂറൽ ഏരിയ ആയതുകൊണ്ട് അധികം ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഒരുമാതിരി ഡെവലപ്മെൻറ്റ് ഇല്ലാണ്ടിരിക്കുന്നതാണ് ഇവിടെയൊക്കെ നല്ലത്. കാരണം ആ പ്രകൃതിയുടെ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് നല്ലത്. വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റില്ല. ഇത് ഗോവയിലും മഹാരാഷ്ട്രയിലുള്ള മെയിൻ സംഭവം. റോഡ് പശു ഉണ്ടാവും. ഇങ്ങോട്ടേക്കൊക്കെ വരുന്നൊരു സൂക്ഷിച്ച് വരും. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെരടി വന്നിരിക്കുകയാണ്. ഇത് വെരടിയിലുള്ള റോഡാണ്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ അത് പക്ക വെരടി ഗ്രാമം അവിടെയാണ്. ഇവിടെ തൊട്ട് നമ്മുടെ ഓഫ് റോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് പോകാനുള്ളത് ആ റോഡാണ്. ആ റോഡ് ഇങ്ങനെ കയറി ആ മലേൻ്റെ പുറകോടെ അങ്ങനെ പോയി ഇതിൻ്റെ ടോപ്പിൽ കയറി അവിടെ ഒരു മലയുണ്ട്. ഇതിൻ്റെ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഓഫ് റോഡ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈസി കയറല്ലേ? പിന്നല്ല, ടെൻഷനൊന്നും ഇല്ലല്ലോ. ആ വാ കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് വെറുതെ ചെറിയ സ്പോട്ടാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ നമ്മുടെ വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഇങ്ങനെ കറങ്ങി നമ്മളിപ്പോൾ പോകാനുള്ളൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മല കാണുന്നില്ലേ, ആ ഒരു മലേൻ്റെ അപ്പുറ സൈഡിൽ നമുക്ക് എത്തണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള വഴി എന്ന് വെച്ചാൽ ഇതിലെ കൂടെ ഇവരിങ്ങനെ വെട്ടിക്കഴിഞ്ഞൊരു വഴി ഇങ്ങനെ കയറി ഇതിലിങ്ങനെ പോയി ഈ മലയെല്ലാം കയറി വേണം നമുക്ക് അപ്പുറം പോകാൻ. അപ്പോൾ ആ കാണുന്നത് എത്ര കാണുമോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കാണിച്ചു തരാം. ഈ മല തൊട്ട് ഇവിടെ ഈ സ്ഥലം തൊട്ട് ഇങ്ങനെ കറങ്ങി ഇതിങ്ങനെ വെച്ച് ഇതിലെ കൂടെ ഇങ്ങനെ വന്ന് ഈ ഒരു മല അവിടെ വരെയാണ് പുള്ളിൻ്റെ റബ്ബർ തോട്ടം ഉള്ളത്. ടോട്ടൽ ഒരു 500-600 ഏക്കറിന് മുകളിൽ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റബ്ബർ വെട്ടാറായിട്ടുണ്ടെന്ന് കേട്ടാൽ ഞാൻ ചെറുപ്പത്തിൽ വന്ന പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഹാരാഷ്ട്ര വെരടി ഗ്രാമമാണ്. ഇതിൻ്റെ അപ്പുറമാണ് ഗ്രാമം വരുന്നത്. അപ്പോൾ ഇത്ര ഒരു റൂറൽ ഏരിയ വന്നിട്ട് ഇവരിങ്ങനെ എസ്റ്റേറ്റൊക്കെ എടുത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ളതാണ്. ഓൾമോസ്റ്റ് എല്ലാ പണിക്കാരും തന്നെ കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നോക്കിയാൽ അറിയാം ഒരു പുള്ളി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പണിക്കാരനോട് പണിയെടുക്കുന്നുണ്ട്, എന്തോ കാട് വെട്ടി തെളിക്കും പരിപാടിക്കുക. അപ്പോൾ അങ്ങനെ അപ്പം നമുക്ക് ടീച്ചറോട് ചോദിക്കാം ഈ പ്രകൃതിയുടെ ഭംഗി എങ്ങനെയായിരുന്നു. ടീച്ചർ നീ ബാംഗ്ലൂരിൽ നീ സിറ്റിയൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിനക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു കണ്ടിട്ട്? നല്ല റിലീഫാണ്. അല്ല ആക്കെ റെക്കമെൻഡ് ഒക്കെ ചെയ്യുന്നുണ്ടോ?
നമ്മൾ ഈ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം കിടില സ്ഥലമാണ് വിട്ട് ഭയങ്കര. അതെ, ഒരു ഷെഡ്യൂൾ ആയിട്ടുള്ള ലൈഫൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 15 ദിവസത്തേക്കൊക്കെ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞ് എന്നുവെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് ഒരു റിസോർട്ടുണ്ട്. ഇവിടിൻ്റെ അപ്പുറത്ത് ഒരു എന്താ പറയുക വിരടി വാലി എന്ന് പറഞ്ഞ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് റിലീഫൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ട്രക്കിംഗ് ഉണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാട്ടിലൊക്കെ ട്രക്കിംഗ് കൊണ്ടുപോകും. ഇവിടുത്തെ ആൾക്കാരാണ്, നമ്മുടെ മലയാളീസ് തന്നെയാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമ്മൾ ഡീറ്റെയിൽസൊക്കെ തരുന്നതാണ്, നമുക്കറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് മുകളിൽ ചെന്ന് കഴിയുമ്പോഴുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാണിക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെരടി ട്രിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോക്കാണ്. ചില സ്ഥലത്ത് മാത്രമല്ല ഇത്ര നല്ല റോഡ്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ആവശ്യമില്ല, ഒരുമാതിരിപ്പെട്ട സ്ഥലത്തെല്ലാം വൃത്തികെട്ട റോഡാണ്. കാരണം ഇത് പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് ഇങ്ങനത്തെ കൂടെ റോഡ് മാത്രമേ ഉണ്ടാവും. നമ്മുടെ വണ്ടി ഹിമാലയൻ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ കേൾക്കുവാണ്. അയ്യോ എടാ മയില് ആ സൈഡ് മാറ്റിയെടുക്കണ്ടാ കുണ്ണെ. അതിന് ഫീസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. റോഡ് ഭയങ്കര പോക്കായിട്ട് ഞാൻ ഇറങ്ങിക്കുക. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഓഫ് റോഡ് കയറുന്നു, അത് വേറെ കാര്യം. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, കാരണം റോഡ് ഭയങ്കര പോക്കാണ്, ഞാൻ പറഞ്ഞില്ലേ. അവനവിടെ നിൽപ്പുണ്ട്, നീ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു റോഡെന്ന് വെച്ചാൽ പ്രൈവറ്റ് സ്ഥലം ആയതുകൊണ്ട് നമുക്ക് നല്ല റോഡ് പ്രതീക്ഷിക്കുകയേ വേണ്ട. പ്രൈവറ്റ് സ്ഥലമായതുകൊണ്ട് ഇവർ തന്നെ പണിയുന്ന റോഡായിരിക്കും മിക്കതും. ഇവരുടെ ഫാമിലിക്ക് പോകാനുള്ള മിക്ക റോഡും ഇവർ തന്നെ സ്വന്തം ഹിറ്റാച്ചൊക്കെ വെച്ചിട്ട് എടുക്കുന്ന റോഡാ. എന്താ രീസി മടുത്തോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളത് ഹിമാലയനാണ്. ഹിമാലയൻ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇടുക്കി പോവാം. നമുക്ക് ഇനിയും കുറച്ച് കാണാനുണ്ട്. എല്ലാം കണ്ടു കേട്ട് പോവാം. ബാ. പോകുന്തോറും റോഡ് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെയാണ് ഒരു ട്രിപ്പിൻ്റെ ഒരു രസം. പക്ഷെ ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ ജിസ് ചേട്ടനെ സാവു ചേട്ടനെയൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് അല്ലേടാ? അല്ലേ? നമ്മളവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ വൈബ്. നമ്മൾ ഒരു വണ്ടി കൂടെ എടുത്തത്. നമുക്ക് വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇവരോട് ഓരോരോ കാരണങ്ങൾ ജിസ് ചേട്ടയ്ക്ക് ജോലിൻ്റെ തിരക്കുണ്ട്. സാബു പിന്നെ ദുബായി ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ വരും. എന്തായാലും അവർ വരുമ്പോൾ നമുക്കൊന്ന് വരണം കേട്ടോ. അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെയും കൊണ്ട് ഒരു ട്രിപ്പുണ്ട് കേട്ടോ. ഈ കാണുന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ റബ്ബർ തോട്ടങ്ങൾ. ഫുള്ള് നമ്മൾ വെച്ച് നട്ട് അങ്ങനെ ഇത്ര കൊല്ലങ്ങളായിട്ട് ഓൾമോസ്റ്റ് എനിക്ക് വന്നൊരു ടോട്ടൽ ഒരു 10-20 കൊല്ലത്തിന് മുകളിലായി ഈ ഒരു പ്ലോട്ട് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി കാണാം. ചെറിയ മഴ പെയ്യുന്നുണ്ട്. മഴ പ്രശ്നമാവുമോ? അതെ, മഴ പെയ്താൽ നമ്മൾ നനഞ്ഞിട്ടാണ് കയറും, അത്ര തന്നെ. ഇനിയും കുറേ കയറാനുണ്ട്. റോഡൊക്കെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര പോക്കാണ്. ഹിമാലയൻ ആയതുകൊണ്ട് മാത്രം കയറുന്നതാണ്. ഇല്ലെങ്കിൽ പുള്ളീൻ്റെ പിക്കപ്പാണ് ഈ വഴി കയറി പോകുന്നത്. പിക്കപ്പ് സുഖമായിട്ട് കയറി പോകുന്ന വഴിയാണ്. കാണാം. ആ കാണാനപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുക അവിടെ. ഈസി ടെൻഷനുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മളിതിൽ പോയിട്ടില്ല അല്ലേ? ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ പോയിട്ടില്ല. ഫുള്ള് കണ്ടാറ് റബ്ബർ തോട്ടാണ്. നാട്ടിലുള്ളവരെ റബ്ബർ കാണിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമ്മുടെ നാട്ടിൽ റബ്ബർ തോട്ടമൊക്കെ കാണാൻ നമുക്കിങ്ങനെ ഭയങ്കര കാടൊക്കെ പിടിച്ച് ഒരു സെറ്റപ്പ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ വെച്ചാൽ ഒരു മലയായതുകൊണ്ട് നമുക്ക് ആ മല എക്സ്പ്ലോർ ചെയ്യാം. ചെറിയ മഴ പെയ്യുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വെരടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയുണ്ട് കുറേ കാണാൻ. അത് ആ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇത്രയും നേരം നിന്ന്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു സ്ഥലമുണ്ടല്ലോ,
ഈ ഒരു പ്ലോട്ടിലാണ് നമ്മൾ നേരത്തെ ആ ഷോട്ട്സ് കണ്ടില്ലേ, നമ്മൾ അവിടെ നിന്നാണ് ആ ഷോട്ട്സൊക്കെ എടുത്തത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഇത്ര കയറി വന്നിട്ടുണ്ട്. ഈ മല അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഒരു 3/4 മണിക്കൂറായിട്ട് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയുള്ളൂ. ഇനി നമുക്ക് പോകാനുണ്ട് ഒരു 40 മിനിറ്റ്സ് മണ്ട ഇനിയും പോകാനുണ്ട്. നോക്കാം നമുക്ക്. ഇതേ റോഡ് തന്നെയാണ്. ഇതൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് റോഡായിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ ലോറീൻ്റെ ഒക്കെ ടയർ പിടിക്കാനായിരിക്കും അല്ലടാ കോൺക്രീറ്റ് ഇടുന്നത്. അതെ അതെ, റോഡ് കയറുമ്പോൾ ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ഇവർ കോൺക്രീറ്റ് ഇട്ടത്. ഇവിടുന്ന് 2 റോഡുണ്ട് നമുക്ക് പോകാനുള്ള നേരെ. ആ ഒരു റോഡ് കണ്ടോ, ഫുള്ള് പോക്കാണ്. നമുക്ക് ഈ റോഡാണ് പോകാനുള്ളത്. നമ്മൾ പോകുന്തോറും ഇങ്ങനെ കുന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ TCവിൻ്റെ പ്രൊഫഷണൽ ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് പോവാം. വണ്ടീൻ്റെ കാര്യം പറയാൻ പറ്റില്ല, വണ്ടി അടിപൊളി പെർഫോമൻസ് ആണ്. ഇത്ര കയറ്റം കേട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. ആയതുകൊണ്ട് മാത്രം അറിയാലോ, ഹിമാലയൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് വേറൊരു ദിവസം വണ്ടീൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് എന്തൊക്കെ കാണാം. ഹിമാലയൻ ഫാൻസിൻ്റെ ഒരു അതെ അതെ, നമ്മൾ വണ്ടി എടുത്തപ്പോൾ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു വണ്ടി. പക്ഷെ ഇപ്പം നമുക്ക് ഓടി നമ്മൾ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ കുറേ തവണ പോയി. മൈസൂർ, ബാംഗ്ലൂർ, ഗോവ. ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബൈ റോഡ് വന്ന വണ്ടിയാണ്. നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു വണ്ടി. വണ്ടിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളി. ഇത് കൂടി ടെറൈനിലൊക്കെ അടിപൊളിയാണ് വണ്ടി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വരേണ്ട ആദ്യത്തെ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീൻ്റെ ഫാം ഹൗസാണ്, ആദ്യത്തെ ഫാം ഹൗസ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് അടുത്ത 2 ഫാം ഹൗസിലോട്ട് ഇനി ഇവിടുന്ന് പോകാനുണ്ട്. ഈസി എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്കുള്ള അഡ്വഞ്ചറസ് അല്ലേ? ഈ നമ്മൾ ആദ്യമായിട്ട് കയറുന്നല്ലേ ഇങ്ങനത്തെ റോഡ്? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്ന ഒരു സ്ഥലം എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ അറിയാത്ത സ്ഥലമായിട്ട് 2-3 പട്ടികളൊക്കെ ഒന്ന് നമുക്ക് അവിടെ പേടിപ്പിച്ചു. പിന്നെ അതുകൊണ്ട് അപ്പോൾ ക്യാമറ ഓണാക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പോകാനുള്ളത് 2ാമത്തെ പ്ലാന്റ് ഹൗസിലോട്ടാണ്. 2ാമത്തെ പ്ലാന്റ് ഹൗസ് ഇവിടുന്ന് ഏകദേശം എനിക്ക് വന്നൊരു 2-3 കിലോമീറ്റർ ഇനി പോകാനുണ്ട് 2ാമത്തെ പ്ലാന്റേഷനിലോട്ട്. അവിടുന്ന് 3ാമത്തെ പ്ലാന്റേഷനിൽ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ കാണുന്ന എല്ലാം നമ്മുടെ വർമ്മമാണ്. അതൊക്കെ റബ്ബർ വെച്ച് നട്ട് കാര്യങ്ങൾ. ഈ മല ഫുള്ള് ഇങ്ങനെ ഇറങ്ങി ആ കാണുന്ന മല ഫുള്ള് നമ്മൾ വന്നാണ്. ഇത് ഇവിടെ നിന്ന് കാട്ടിൽ നിന്ന് കിട്ടി എന്ത് കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കറിയത്തില്ല. നമുക്ക് പുള്ളി ഇവിടെ ഇപ്പോൾ ഇല്ല. പുള്ളി വരുമ്പോൾ നമുക്ക് ചോദിക്കാം. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മളിത് ഏകദേശം എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ഥലമില്ലേ, ആ ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ നിന്ന് ഇത്ര കിലോമീറ്റർ കയറി കറങ്ങിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ സ്ഥലം അല്ലേ? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റേഷൻ്റെ ഇതുണ്ട്, ജെയിൻസ് വെറഡി പ്ലാന്റേഷൻ, അതാണ് ഇതിൻ്റെ ഒരു പേര്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു മാപ്പാണ് ടോട്ടലുള്ള എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ മാപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ ഹൗസ് എന്നുള്ളതുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറി വരുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നമ്മൾ കയറി ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് സ്ഥലം ഇത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോകാനുള്ളത് അവിടെ ഒരു ഹൗസ് ഉണ്ട്. അതിന് താഴെ അവിടെ ലേബർ ഹൗസ്, അവിടെ നമ്മുടെ പണിക്കാരും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് അവർക്കുള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് മെയിൻ ഹൗസ് എന്ന് വരുന്നത്, അവിടെയാണുള്ളത്. പിന്നെ ഇവിടെ താഴെ ഒരു ചെക്ക് ഡാം ഉണ്ട്. പിന്നെ ഇവിടെ റിസർവർ കാര്യങ്ങളെല്ലാം ഉണ്ട്, ലേബർ ഹൗസ്. നമുക്ക് ടോട്ടൽ 2 ലേബർ ഹൗസും 2 ഹൗസുമാണുള്ളത്. നേരത്തെ ഇത് നമുക്ക് ഒരു വേറെ ഷെഡാണ്, മെയിൻ ഷെഡാണ്. ഇത് ഫുള്ള് 4 സെക്ഷനായിട്ടാണ്. 4 സെക്ഷൻ ഉണ്ട് ഇവിടെ. സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് വ്യക്തമായിട്ട് കാണിച്ചത്. സെക്ഷൻ എന്ന് വെച്ചാൽ ജൂലൈ 2010 ജൂൺ 2010 അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അതായത് ഇങ്ങനെ അതിൻ്റെ തുടങ്ങിയതായിരുന്നു ജൂൺ 1 2010 ഉണ്ടായത്. പിന്നെ ഓഗസ്റ്റ് 2010 ആയപ്പോഴത്തേക്കും അത് 2ാമത്തെ ആയി. പിന്നെ സി ജൂലൈ 2020 ഇപ്പം സെക്ഷൻ ഈ വരെ ഇത് ബാക്കിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. ഇനി 2024 അപ്പോൾ ഇതിന് കുറേ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. കുറേ സ്ഥലങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഏക്കർ എടുക്കുന്ന സ്ഥലം ഇതിൻ്റെ കൂടുതൽ കൂടി ഈ കാണുന്ന ഒരു ഡാമിൻ്റെ ഒരു സെറ്റപ്പിൽ ആക്കിയതാണ്. ഡാമും കാര്യങ്ങൾ അതിന് കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 500 ഏക്കർ സ്ഥലം ഇത്രയാണുള്ളത്. ഇനി ഇതിനകത്ത് ഇനി ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഓൾമോസ്റ്റ് കുറേ സ്ഥലം ഇനി കാണാനുണ്ട്. നോക്കാം. ഞങ്ങളിവിടെ എത്തി. പക്ഷെ ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല. മൊബൈൽ നെറ്റ്വർക്ക് ഒന്നും ഒരു സാധനം ഇവിടെ വയ്ക്കുന്നത്. ഇതിനകത്ത് എയർപ്ലെയിൻ മോഡ് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാലും നെറ്റ്വർക്ക് ഉണ്ടോ 2 ബ്ലാക്ക് 2 ഡോട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മുന്നിൽ ഇങ്ങനെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ കൂടെ വേണം അല്ലെ വിളിക്കും.
ഇതാ ഞങ്ങള് നേരത്തെ കണ്ട വെട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയി. അതെ അതെ, ഒന്നും പറ്റിയില്ല. അതെ, സേഫാണ്. ഞങ്ങളിപ്പോ അത് കഴിഞ്ഞൊരു മഴയും പെയ്തു. കാരണം ഞങ്ങൾ അതിന് കുറെ താഴെ എത്തിയ ശേഷമാണ് ഞങ്ങൾക്ക് എന്നെ ഫോൺ എടുക്കാൻ പറ്റിയത്. അപ്പം ഇവിടെ നിന്നാണ് അടുത്ത വഴി. ഇതിപ്പോൾ കുറേ വഴി വന്നു. മഴ ഇല്ലെങ്കിൽ ഞാൻ ആ വഴിയല്ല ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് രണ്ടാമത്തെ പ്ലാന്റേഷൻ ഹൗസ്, അത് കാണിച്ചിട്ട് ഇത് രണ്ടാമത്തെ പ്ലാന്റേഷൻ ഹൗസാണ്.